എല്ലാവർക്കും നമസ്കാരം. അമേരിക്കയ്ക്കും അതുപോലുള്ള പാശ്ചാത്യ അവരുടെ കൂട്ടുകെട്ടിനും ഈർഷ്യ തരത്തിൽ ഉള്ളൊരു മറ്റൊരു പോളിസി അല്ലെങ്കിൽ ഒരു നയപരമായിട്ടുള്ള ഇനിഷ്യേറ്റീവ് ഇന്ത്യയും റഷ്യയും ഈ അടുത്ത സമയത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ എടുക്കുകയുണ്ടായി. അതായത് നമ്മളുടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുവാൻ തീരുമാനിച്ചതായിട്ടൊരു വാർത്ത നമുക്ക് കാണാൻ സാധിക്കും. നമ്മളുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ ഞായറാഴ്ച റഷ്യ സന്ദർശിക്കുകയുണ്ടായി. അതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കാരണം രാജ്യങ്ങൾ തമ്മിലുള്ള ഈ കരാറുകൾ ഒപ്പിടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കരാറുകൾ ഒപ്പിടുന്നത് കാരണം ഹെഡ് ഓഫ് സ്റ്റേറ്റുകൾ തമ്മിലായിരിക്കും. കാരണം ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് പ്രധാനമന്ത്രി, അവരെ സംബന്ധിച്ച് റഷ്യയെ സംബന്ധിച്ച് പ്രസിഡൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഹെഡ് ഓഫ് സ്റ്റേറ്റ്സ് തമ്മിലായിരിക്കും രാജ്യങ്ങൾ തമ്മിലുള്ള കരാറുകൾ ഒപ്പിടുന്നത്. ഇത് പ്രത്യേകിച്ച് കരാറുകൾ ഒപ്പിടാനൊന്നുമല്ല അദ്ദേഹം റഷ്യ സന്ദർശിച്ചത്. പക്ഷേ എന്നാലും നമ്മൾ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധങ്ങൾ കൂടുതൽ ഇനി മുമ്പോട്ട് ഇതിലും ശക്തമായിട്ട് തുടരും എന്നുള്ളൊരു മെസ്സേജ് കൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ പ്രതിരോധ മന്ത്രി റഷ്യ സന്ദർശിക്കുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സമാന സ്വഭാവമുള്ള മന്ത്രി, അതായത് റഷ്യയുടെ പ്രതിരോധ മന്ത്രി, അതുപോലെ തന്നെ അത് കഴിഞ്ഞ് റഷ്യൻ പ്രസിഡന്റ് പുടിനെ സന്ദർശിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ റഷ്യയിൽ ഇപ്പോൾ 2 വാർഷിപ്സുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്ന് INS തുഷാൽ എന്ന് പറയുന്നതാണ്. അതിപ്പോൾ അദ്ദേഹം അവിടെ ചെന്നപ്പോൾ അതിനെ കമ്മീഷൻ ചെയ്യുകയുണ്ടായി. അപ്പോൾ അവിടുന്ന് കമ്മീഷൻ ചെയ്യുന്ന പറഞ്ഞാൽ അവിടുന്ന് നമ്മൾ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക്, നമ്മുടെ രാജ്യത്തേക്ക് അത് കൊണ്ടുവരുന്നത്. കാരണം റഷ്യയുടെ ഡിഫൻസ് നേവി ചീഫൊക്കെ പോയിട്ടുണ്ടായിരുന്നു തോന്നുന്നു കൂടെ. അപ്പം INS തുഷാലും അതുപോലെ തന്നെ INS തമാൽ എന്ന് പറഞ്ഞ 2 ഷിപ്പുകൾ 4 പ്രൊഡക്ഷന് വേണ്ടിയായിരുന്നു ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള എഗ്രിമെൻറ്റുകൾ. അപ്പോൾ 2 ഇന്ത്യയിൽ അതിൻ്റെ നിർമ്മാണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം ഒരെണ്ണം ഇപ്പോൾ റഷ്യ നിർമ്മിച്ചു കഴിഞ്ഞു, തുഷാൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കമ്മീഷനിങ് കഴിഞ്ഞു. അത് താമസിച്ചാൽ നമ്മുടെ ഇന്ത്യൻ നേവിയിലേക്ക് അത് ജോയിൻ ചെയ്യും. അപ്പോൾ പ്രധാനമായിട്ടും നമ്മളുടെ 2025 പുടിൻ ഇന്ത്യ സന്ദർശിക്കുന്നു എന്നുള്ളൊരു വാർത്ത നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മളുടെ റിപ്പബ്ലിക് ഡേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മെയിൻ ഗസ്റ്റ് ആണല്ലോ എല്ലാ വർഷവും എന്ന് പറഞ്ഞാൽ, ചീഫ് ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ മറ്റേതെങ്കിലും രാജ്യത്തിൻ്റെ ഒരു തലവൻ ആയിരിക്കുമല്ലോ നമ്മളുടെ ചീഫ് ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് കൃത്യമല്ല എന്ന് അദ്ദേഹം സന്ദർശിക്കും നമുക്കറിയത്തില്ല. പക്ഷേ 2025 പുടിൻ ഇന്ത്യ സന്ദർശിക്കും എന്നുള്ളൊരു വാർത്ത കൂടെ ഇതിൻ്റെയോടുണ്ട്. അപ്പോൾ ആ വാർത്തയിൽ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം ഇന്ത്യ സന്ദർശിക്കുമ്പോഴായിരിക്കും ഒരുപക്ഷെ അടുത്ത ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള മറ്റു പല പ്രധാനപ്പെട്ട കരാറുകൾ നമ്മൾ ഒപ്പിടാൻ പോകുന്നതാണ്. അപ്പോൾ ഇപ്പോഴത്തെ നമ്മളുടെ പ്രതിരോധ മന്ത്രിയുടെ അവിടുത്തെ വിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുന്നോടിയായിട്ട് ഉള്ള ചില കാര്യങ്ങൾ ഒരുപക്ഷെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയായിരിക്കാം. അപ്പോൾ പ്രധാനമായിട്ടും ഈ വിസിറ്റ് നമുക്ക് ഏതൊരു തലത്തിൽ കാണാൻ സാധിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഈ ഷിപ്പിൻ്റെ ഒരു കമ്മീഷനിങ് നടന്നു. അത് ഇന്ത്യയും റഷ്യയും തമ്മിൽ ഉള്ള ഒരു അഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് 2 ഷിപ്പുകൾ റഷ്യയിൽ നിർമ്മിക്കുന്നുണ്ടായിരുന്നു. അതിലൊന്നാണ് INS തുഷാൽ എന്ന് പറഞ്ഞത്. അതിൻ്റെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് അതിപ്പോൾ നേവിയിലേക്ക് കമ്മീഷനായി. ഇപ്പോൾ INS തമാലുണ്ട്. അതിൻ്റെ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക മാനുഫാക്ചറിങ് റഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ താമസിയാതെ തന്നെ അതിൻ്റെ കമ്മീഷനിങ് ഉണ്ടാകും. ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ, കാരണം ഇന്ത്യയും റഷ്യയും തമ്മിൽ നമുക്കറിയാം വളരെ പരമ്പരാഗതമായിട്ട് തന്നെ, അല്ലെങ്കിൽ ഇന്ത്യ അറ്റ്ലീസ്റ്റ് നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഏറ്റവും നമുക്ക് ക്രെഡിബിളായിട്ടുള്ളൊരു ഫ്രണ്ടാണ്, അല്ലെങ്കിൽ ഒരു സുഹൃത്ത് രാജ്യമാണ് റഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളുടെ ഏത് അവസ്ഥയിലും അല്ലെങ്കിൽ നമ്മളെ എല്ലാ രീതിയിലും സഹായിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം നിൽക്കുന്ന, അല്ലെങ്കിൽ ഒപ്പം നിന്നിട്ടുള്ള ഒരു രാജ്യമാണ്. നേരത്തെ സോവിയറ്റ് യൂണിയനായിരുന്നു, ഇപ്പോൾ റഷ്യൻ ഫെഡറേഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ബന്ധം നമുക്ക് 2 രാജ്യങ്ങൾക്കും വളരെ പ്രധാനപ്പെട്ടാണ്. കാരണം ഇന്ത്യക്ക് മാത്രമല്ല, കാരണം റഷ്യയ്ക്ക് ഇന്ത്യ വളരെയധികം പ്രധാനപ്പെട്ടൊരു ബന്ധമുള്ളൊരു രാജ്യം തന്നെയാണ്. ഇന്ത്യയോടുള്ള ബന്ധം ഒരിക്കലും റഷ്യയ്ക്ക് നഷ്ടപ്പെടുത്തിക്കൊണ്ട് റഷ്യയുടെ ഇന്നത്തെ ലോകത്ത്, പ്രത്യേകിച്ച് നമ്മൾ കാണുന്ന ഇപ്പോഴത്തെ ജിയോ പൊളിറ്റിക്സ് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഇന്ദിരാഗാന്ധിയുടെ സമയത്തായിരുന്നാലും ശരി,
അതിനുശേഷമുള്ള കാലഘട്ടത്തിലും എല്ലാം തന്നെ അന്നത്തെ സോവിയറ്റ് യൂണിയനും ഇന്നത്തെ റഷ്യയ്ക്കും ഒക്കെ തന്നെ ഇന്ത്യയെ നെഗ്ലക്റ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യയെ മാറ്റി നിർത്തിക്കൊണ്ടൊരു ജിയോ പൊളിറ്റിക്കൽ എസ്പെഷ്യലി നമ്മുടെ ഈ പറഞ്ഞ റീജിയൻ യുറേഷ്യ അല്ലെങ്കിൽ ഇതുപോലുള്ള ഏഷ്യ, സൗത്ത് ഏഷ്യ ഇതുപോലുള്ള റീജിയനിലൊക്കെ തന്നെ റഷ്യക്ക് ഇന്ത്യ നെഗ്ലക്റ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യ ഉപേക്ഷിച്ചുകൊണ്ട്, കാരണം അവർ ചൈനയായിട്ട് നല്ല ബന്ധങ്ങളൊക്കെയാണ്. പക്ഷേ ആ ബന്ധത്തിനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കൃത്യമായിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷനും അത് വരുമ്പോഴൊക്കെ ഉണ്ട്. കാരണം ചൈനയുടെ സ്വഭാവം നമുക്കറിയാം. റഷ്യയും ചൈനയും തമ്മിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്, ബോർഡർ ഇഷ്യൂസൊക്കെ പലതും നിലനിൽക്കുന്നുണ്ട്. അപ്പം അവർ അത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ഈ പറഞ്ഞൊരു അവരുടെ ബന്ധങ്ങൾ നമുക്ക് മാരേജ് ഓഫ് കൺവീനിയൻസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു സൗകര്യത്തിൻ്റെ ഒരു ബന്ധം രണ്ടുപേർക്കും തൽക്കാലം. കാരണം പടിഞ്ഞാറൻ സംവിധാനത്തെ അല്ലെങ്കിൽ പടിഞ്ഞാറൻ സാമ്രാജ്യത്തെ തൽക്കാലം ഒന്ന് എതിർത്ത് നിൽക്കുവാൻ വേണ്ടി, കാരണം രണ്ടുപേർക്കും അതൊരു ഭീഷണിയായിട്ട് ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ റഷ്യയും ചൈനയും തമ്മിൽ കൈകോർത്ത് നിൽക്കുന്നു എന്നുള്ളൊരു അത്. പക്ഷേ നമുക്ക് എത്രത്തോളം, കാരണം റഷ്യക്ക് ഇന്ത്യയായിട്ടുള്ള ബന്ധവും ഇന്ത്യക്ക് റഷ്യയായിട്ടുള്ള ബന്ധം നമ്മൾ കണക്കിലെടുക്കുമ്പോൾ റഷ്യയും ചൈനയും റഷ്യയും തമ്മിലുള്ള ബന്ധം അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ടുള്ളൊരു ബന്ധമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതൊരു തികച്ചും ഒരു എല്ലാ രാജ്യങ്ങളും അവരുടെ താല്പര്യങ്ങളാണ് സംരക്ഷിക്കാൻ നോക്കുന്നത്, അത് വേറൊരു കാര്യം. കാരണം ഇതിനകത്തിൽ നമ്മൾ ഈ പറയുന്ന വ്യക്തികൾ തമ്മിലുള്ള ലവ് അഫെയർ പോലുള്ള ലവ് അഫെയർ ഒന്നുമില്ല. രാജ്യങ്ങൾക്ക് അവരുടേതായിട്ടുള്ള താല്പര്യങ്ങളും സൗകര്യങ്ങളും മാത്രമേ ഉള്ളൂ, ഇന്ത്യക്കായാലും റഷ്യക്കായാലും ചൈനയ്ക്കായാലും. എന്നിരുന്നാൽ തന്നെയും നമുക്ക് ഒരു ലോങ് സ്റ്റാൻഡിങ് റിലേഷൻഷിപ്പ് ഇന്ത്യ റഷ്യ തമ്മിൽ നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങൾക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ത്യക്ക് റഷ്യക്ക് ഇന്ത്യയെ ഉപേക്ഷിച്ചിട്ട് മുന്നോട്ട് പോകാനുള്ളൊരു സാഹചര്യം ഇപ്പോൾ ഇതുവരെ നിലവിലല്ല. പക്ഷേ ചൈനയും റഷ്യയും തമ്മിൽ ഇപ്പോഴും നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. കാരണം ഭാവിയിൽ അവരുടെ ബന്ധങ്ങൾക്ക് ഉലച്ചിലുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ശീതകാല സമരത്ത് അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ശീതകാല സമരത്ത് ചൈനയൊക്കെ സോവിയറ്റ് യൂണിയനെതിരെ ഇഷ്ടംപോലെ പാരകൾ പണിയുകയും അല്ലെങ്കിൽ പണികൾ കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളൊരു ചരിത്രം നമുക്കറിയാൻ പറ്റും. പ്രത്യേകിച്ച് സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനിൽ വന്നതിന് ശേഷം അഫ്ഗാനിസ്ഥാനിലേക്ക് അവർ അമേരിക്കൻ വേർഷൻ സോവിയറ്റ് യൂണിയൻ ഇൻവേഡ് ചെയ്യുകയെന്നാണ് പറഞ്ഞത്. അതെന്തും ആയിക്കോട്ടെ. പക്ഷേ സോവിയറ്റ് യൂണിയൻ ആർമീസ് അഫ്ഗാനിസ്ഥാനിൽ വന്നതിന് ശേഷം ഈ അമേരിക്ക പാകിസ്ഥാനെയും ചൈനയും ഉപയോഗിച്ചുകൊണ്ടാണ് സോവിയറ്റ് യൂണിയൻ അവിടെ നിന്ന് തുരത്താൻ വേണ്ടി ഉള്ള തന്ത്രങ്ങളും അല്ലെങ്കിൽ പ്രവൃത്തികളെല്ലാം ചെയ്തതെന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും, ചരിത്രം നമ്മൾ വായിച്ചു നോക്കി മനസ്സിലാക്കുകയാണെങ്കിൽ. അപ്പം അന്ന് സോവിയറ്റ് യൂണിയനെതിരെ വളരെ ശക്തമായിട്ടുള്ള പാകിസ്ഥാൻ്റെ ഒപ്പം നിന്ന് അമേരിക്കയുടെ ഒപ്പം നിന്ന് സോവിയറ്റ് യൂണിയനെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് തുരത്തി ഓടിക്കുവാൻ വേണ്ടി അതിലവർ വിജയിക്കുകയും ചെയ്തു, അത് വേറൊരു കാര്യം. അപ്പം അമേരിക്ക ഒരു സമയത്ത് അന്നത്തെ ചൈനയെ ഒതുക്കുവാൻ സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിൽ ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തിക്കുകയും മറ്റൊരു കാലഘട്ടത്തിൽ ജിയോ പൊളിറ്റിക്സിന് മറ്റൊരു കാലഘട്ടത്തിൽ അമേരിക്കയും ചൈനയും തമ്മിൽ ഒരുമിച്ച് നിന്ന് സോവിയറ്റ് യൂണിയനെതിരെ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാഴ്ച അത് ജിയോ പൊളിറ്റിക്സിൻ്റെ ഒരു ഭാഗമാണ്. കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് അമേരിക്കൻ CIA-യും മൊസാദും റോയും എല്ലാം കൂടെ നിന്നിട്ട് ചൈനയ്ക്കെതിരെ പ്രവർത്തിക്കും. ഒരുപക്ഷെ അമേരിക്കയുടെ CIA-യും പാകിസ്ഥാൻ്റെ ISI-യും ഒരുമിച്ച് നിന്നിട്ട് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കും. അപ്പോൾ ജിയോ പൊളിറ്റിക്സിൽ നമുക്കിതെല്ലാം തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വൈരുദ്ധ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനകത്തിൽ ശരിയേത് തെറ്റേതെന്നുള്ളൊരു ഭാഗം നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ ഓരോ രാജ്യത്തിനെ സംബന്ധിച്ച് രാജ്യത്തിൻ്റെ താല്പര്യം അവർ എത്രത്തോളം കണക്കിലെടുത്തുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്നു, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെപ്പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യ ഭരിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യ നിലവിലുള്ള ഭരണ സംവിധാനം അത് രാഷ്ട്രീയക്കാർ മാത്രമല്ല, എന്നുവെച്ചാൽ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ പ്രസിഡൻറ്റോ എന്ന് പറയുന്ന സംവിധാനം മാത്രമല്ല, അതിന് പുറകിലുള്ള നമ്മുടെ ഒരു ഭരണ സംവിധാനമുണ്ട്, നമ്മുടെ ബ്യൂറോക്രസിയും അതുപോലെ തന്നെ നമ്മുടെ ശരിക്കുള്ള റൂളിംഗ് ക്ലാസ് എന്നൊക്കെ പറയുന്ന ഒരു സംവിധാനങ്ങൾ. കാരണം പൊളിറ്റീഷ്യൻസ് വരികയും പോവുകയും ചെയ്യില്ല, കാരണം അവർ പെർമനൻ്റ് അല്ലല്ലോ. കാരണം ഒരു പൊളിറ്റീഷ്യൻ അല്ലെങ്കിൽ ഒരു ക്ലാസ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടി ഭരണത്തിൽ വന്നിട്ട് 5 വർഷമോ 10 വർഷമോ കഴിഞ്ഞിട്ട് അവർ ഭരണത്തിൽ നിന്ന് അവർക്ക് പോകാം. പക്ഷേ അത് കഴിഞ്ഞ് മറ്റൊരു പൊളിറ്റിക്കൽ ക്ലാസ്സിൽ വരാം. പക്ഷേ എന്നാലും സ്ഥിരമായി നിലനിൽക്കുന്നൊരു ഭരണ സംവിധാനമുണ്ട്, ഒരു റൂളിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് ക്ലാസ് ഉണ്ട്, ബ്യൂറോക്രാറ്റിക് ക്ലാസ് ഉണ്ടാവും. അപ്പം അങ്ങനെ ഉള്ളൊരു തലത്തിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അവർ മുന്നോട്ട് വെക്കുന്ന ഒരു രാജ്യത്തിൻ്റെ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ നേഷൻ സ്റ്റേറ്റിൻ്റെ താല്പര്യമുണ്ട്. ആ താല്പര്യത്തെ കണക്കിലെടുത്താണ് എല്ലാ രാജ്യങ്ങളും അതാത് കാലഘട്ടങ്ങളിൽ അവരുടെ നയങ്ങൾ രൂപീകരിക്കുകയും അതുപോലെ തന്നെ അവരുടെ മറ്റ് രാജ്യങ്ങളുമായിട്ട് ഏതേതുള്ള ബന്ധങ്ങൾ
ഉണ്ടാകണം അല്ലെങ്കിൽ ഉണ്ടാക്കണം എന്നൊക്കെ തീരുമാനിക്കുകയൊക്കെ ചെയ്യുന്നത് അതാത് കാലത്ത് നിലനിൽക്കുന്ന താല്പര്യങ്ങളുടെയും സൗകര്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കും. ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങളും, പ്രധാനപ്പെട്ട രാജ്യങ്ങൾ. കാരണം ഇന്ത്യ ഞാൻ കഴിഞ്ഞ ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം ലോകത്തിൽ നമുക്കൊരു 30-40 രാജ്യങ്ങൾ എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും ജിയോ പൊളിറ്റിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല കാരണങ്ങൾ കൊണ്ടായിരിക്കും നമ്മളൊരു പ്രോമിനൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പവർ എന്നുള്ള രീതിയിലല്ല, പക്ഷേ ജിയോ പൊളിറ്റിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രാജ്യങ്ങളുടെ ലിസ്റ്റിൽ നമ്മൾ ഏറ്റവും മുൻഗണനാ ക്രമത്തിൽ തന്നെ വരുന്നൊരു രാജ്യമാണ് ഇന്ത്യ. ചൈന ആയാലും ശരി, പാകിസ്ഥാൻ, ഇറാൻ, US തുടങ്ങി, റഷ്യ, പിന്നെ ഫ്രാൻസ്, ജർമ്മനി, ജപ്പാൻ, ബ്രിട്ടൻ, പിന്നെ അതാണ് ടർക്കി, സൗദി, ഖത്തർ, അഫ്ഗാനിസ്ഥാൻ ഒക്കെ ജിയോ പൊളിറ്റിക്കലി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവരുടെ പവർ കൊണ്ടല്ല, അവരുടെ പിന്നെ അവരെ എവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾ വെച്ച് നോക്കുമ്പോൾ ജിയോ പൊളിറ്റിക്കലി അവർ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയുടെയൊക്കെ റോള് ജിയോ പൊളിറ്റിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണ്. ഓക്കെ, അപ്പം ഇത് കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യയും റഷ്യയും തമ്മിൽ ഇപ്പോൾ നിലനിൽക്കുന്ന സൗഹൃദവും ബന്ധങ്ങളും വളരെ പിന്നെ അതിനകത്തുള്ള തൽസ്ഥിതിയിൽ മാറ്റങ്ങളൊന്നും വരുത്താതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് രണ്ട് രാജ്യങ്ങളുടെയും ഒരു വിഷയം തന്നെയാണ്. കാരണം അതിനകത്തിൽ ഒരു രീതിയിൽ ഏത് ഭരണം അല്ലെങ്കിൽ ഏത് പാർട്ടി ഇവിടെ ഭരണത്തിൽ വന്നു കഴിഞ്ഞാലും അതിനകത്തിൽ പ്രത്യേകിച്ച് ഡൈലൂഷനൊന്നും വരുത്തുവാൻ സാധിക്കത്തില്ല. അത് രണ്ട് രാജ്യത്തിൻ്റെയും നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നം തന്നെയാണ്. കാരണം ഇന്ത്യ റഷ്യ ബന്ധം, റഷ്യ ചൈന ബന്ധം, ഇത് രണ്ടും നമ്മളെടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്തിൽ നമുക്ക് ഒത്തിരി വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ ആ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ, കാരണം ചൈനയെക്കുറിച്ച് അറിയാവുന്ന നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാവുന്ന ഒരു ഭാവിയിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സ്ഥിതിക്കപ്പുറം നാളെ എന്നുള്ളൊരു ദിവസം അവരെങ്ങനെ റിയാക്ട് ചെയ്യും, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പോകുന്ന പ്രവൃത്തികൾ അല്ലെങ്കിൽ പ്രതികരണം എങ്ങനെ ആയിരിക്കും എന്നുള്ളത് റഷ്യക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ കാരണം നമുക്കറിയാം റഷ്യയും ചൈനയും തമ്മിൽ വളരെ ശക്തമായിട്ടുള്ള അല്ലെങ്കിൽ ദൃഢമായിട്ടുള്ള ബന്ധം ഇപ്പോൾ നിലനിൽക്കുമ്പോഴും ഇന്ത്യക്ക് അവരെ ഏറ്റവും ശക്തമായിട്ടുള്ള പിന്നെ സപ്പോർട്ട് തരികയും പിന്നെ മിലിറ്ററി പിന്നെ എക്യുപ്മെൻസിൻ്റെ കാര്യത്തിലായാലും ശരി, ഇല്ല നമുക്ക് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെപ്പൺസ് എന്നൊന്നും അവർക്ക് യാതൊരു വിമുഖതയില്ല അവർക്ക്. പക്ഷേ അറ്റ് ദ സെയിം ടൈം അവർ ചൈനയായിട്ടുള്ള ബന്ധങ്ങൾ, അതുപോലെ തന്നെ പിന്നെ ബ്രിക്സിലെ മെമ്പർഷിപ്പും, SCO, ഷാങ്ഹായ് സെക്യൂരിറ്റി കോഓപ്പറേഷൻ, ഇതുപോലുള്ള വളരെ റഷ്യയുടെയും ചൈനയുടെയൊക്കെ നേതൃത്വത്തിലുള്ള സംഘടനകളൊക്കെ തന്നെ നിലനിൽക്കുമ്പോഴും അവർക്ക് ഇന്ത്യ വിശ്വസിക്കുന്ന അത്രയും, അല്ലെങ്കിൽ ഇന്ത്യ ഒരു ക്രെഡിബിൾ പാർട്ട്ണറായിട്ട് കാണുന്നത് പോലെ തന്നെ ചൈനയെ അവരൊരു ക്രെഡിബിൾ പാർട്ട്ണറായിട്ട് കാണുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, അത് റഷ്യയുടെ വിഷയം. കാരണം അവരുടെ രാജ്യം, അവരുടെ താല്പര്യങ്ങളാണ് അവർക്ക് മുഖ്യം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ താല്പര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ ഇദ്ദേഹം അവിടെ വിസിറ്റ് ചെയ്തു. അത് ഏറ്റവും പ്രധാനമായിട്ട് അതിനകത്തുള്ളൊരു ഈ പറഞ്ഞ ഷിപ്പ് കമ്മീഷൻ ചെയ്തു. മറ്റൊരു ഷിപ്പിനെയും അതിൻ്റെ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ചെയ്യാറുണ്ട്. INS തമാൽ എന്നാണ് അതിൻ്റെ പേര്. ഇത് രണ്ടും റഷ്യയിലാണ് നിർമ്മിക്കുന്നത്. പിന്നെ അദ്ദേഹം നമുക്കുള്ള ഏറ്റവും ഈ വിസിറ്റിൻ്റെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം റഷ്യയിൽ നമ്മൾ S-400 എന്നുള്ള പിന്നെ എയർ ഡിഫൻസ് സിസ്റ്റം, എയർ ഡിഫൻസ് സിസ്റ്റം നമ്മൾ 2018 $5.5 ബില്യൺ ഏകദേശം എത്രയാണ് 36,000 അല്ലെങ്കിൽ ഒരു 30,000 to 40,000 crores, 30 മുതൽ 40,000 കോടിക്കുള്ളിൽ വരുന്ന ഒരു ഡീല് നമ്മൾ റഷ്യയുമായിട്ട്, വളരെ പ്രധാനപ്പെട്ടൊരു ഡീലാണത്, വളരെ പ്രധാനപ്പെട്ടൊരു കരാറാണത്. ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ളൊരു വെപ്പണറിയാണ്. കാരണം അത് നമ്മൾ സൈൻ ചെയ്തത് 2018 തോന്നുന്നു. അപ്പോൾ അതിൻ്റെ 5 സ്ക്വാഡ്രൺ ആണെന്ന് തോന്നുന്നു മൊത്തം നമ്മൾ സൈൻ ചെയ്തത്. അപ്പോൾ അതിൻ്റെ 3 സ്ക്വാഡ്രൺ അങ്ങോട്ട് റഷ്യ ഇതുവരെ ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 2 സ്ക്വാഡ്രൺ കൂടെ കിട്ടാനുണ്ട്. അപ്പം അത് വളരെ ഡിലേഡ് ആയിട്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ സമയം നമ്മുടെ ഇനിഷ്യൽ ഡീലിൽ പറഞ്ഞിരിക്കുന്ന സമയങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ നമുക്കറിയാം റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം നിലനിൽക്കുന്നുണ്ട്. പിന്നെ പല പ്രോജക്റ്റുകളും പെൻഡിങ്ങിലാകും അല്ലെങ്കിൽ പെൻഡിങ്ങിലായിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഷിപ്പിൻ്റെ തന്നെ INS തുഷാലും അല്ലെങ്കിൽ INS തമാലും ഒക്കെ തന്നെ അതിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കമ്മീഷനിങ് ഒക്കെ 2022 അല്ലെങ്കിൽ 2023 കഴിയേണ്ടതെന്ന് തോന്നുന്നു. അപ്പോൾ ഈ റഷ്യ യുക്രൈൻ വാർ നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു രാജ്യം യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഇതുപോലുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാനോ അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനോ സാധിക്കത്തില്ലെന്നറിയാം. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ഡിലേ ന്യായമായിട്ടുള്ള അല്ലെങ്കിൽ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഡിലേയ്സ് ആണെന്ന് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും S-400
ഏഹ്, ഈ 2 സ്ക്വാഡ്രൺ കൂടെ നമുക്കിനി കിട്ടാനുണ്ട്. അപ്പോൾ അത് അടുത്ത വർഷം 2025 അവർക്ക് ഡെലിവറി ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ചില റിപ്പോർട്ടുകളൊക്കെ പറയുന്നുണ്ട് 2025 സാധിക്കത്തില്ല, 2026 അതൊക്കെ നമുക്കറിയില്ല കൃത്യമായിട്ട്. പക്ഷേ എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ ആസ് ഏർലിയർ ആസ് പോസിബിൾ റഷ്യ തീർച്ചയായിട്ടും അത് ഡെലിവറി ചെയ്യും. കാരണം ഇന്ത്യയുടെയും വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു പർച്ചേസാണ് എന്ന് പറഞ്ഞാൽ S-400 എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുള്ള സ്ക്വാഡ്രൺസ് നമ്മൾ ചൈന ബോർഡറിലും അതുപോലെ തന്നെ പാകിസ്ഥാന്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഒരു എയർ ഡിഫൻസ് സിസ്റ്റം കൊണ്ട് ചൈനയുടെ ഒക്കെ വളരെ എന്താണ് പറയുന്നത്, അവർക്കെതിരെ നമ്മൾ ശക്തമായിട്ടുള്ള പ്രതിരോധങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും അടുത്തൊരു കാര്യം പറയാൻ പോകുന്നത്, അപ്പം ഈ പറഞ്ഞ S-400 ഇതിനെ കിട്ടിയ ഡെലിവറീസ് ചൈനയായിട്ടുള്ള നോർത്തേൺ ബോർഡറിലും അതുപോലെ തന്നെ പാകിസ്ഥാൻ ഫ്രണ്ടിയറിലും നമ്മൾ വിന്യസിച്ചിട്ടുണ്ട്. അപ്പോൾ പാകിസ്ഥാനൊന്നും ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്കെതിരെ ചെയ്യാൻ പറ്റില്ല. കാരണം എയർ ഡിഫൻസ്, ആ മിസൈല്, എയർക്രാഫ്റ്റ് ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് വളരെ ഒത്തിരി ദൂരെ നിന്ന് തന്നെ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാനും അതിനേരെ നമുക്ക് നമ്മളുടെ എന്താണ് പറയുന്നത്, നമ്മളുടെ പ്രിക്കോഷൻസ് അല്ലെങ്കിൽ നമ്മുടെ കോഷൻസ്, നമ്മുടെ സിസ്റ്റംസിനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അതിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല. അപ്പോൾ ഇനി അതിൻ്റെ ബാക്കി 2 സ്ക്വാഡ്രൺ കൂടെ കിട്ടാണ്ട് അതോടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടുള്ള ഒരു എയർ ഡിഫൻസ് സിസ്റ്റം കിട്ടുന്നുണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മളുടെ DRDOയും അതിനകത്തിൽ നമ്മുടേതായിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റം കൂടുതൽ അഡ്വാൻസ് ആയിട്ടുള്ള ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന എയർ ഡിഫൻസ് സിസ്റ്റം ഒക്കെ തന്നെ DRDOയിൽ നമ്മൾ ഇൻഡിജിനസ് ആയിട്ട് ആഭ്യന്തരമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പക്ഷേ എന്നാലും DRDO അതിൽ കൂടുതൽ ടെക്നിക്കലി സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റത്തിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളതിനകത്തുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റും അല്ലെങ്കിൽ നിർമ്മാണ പ്രക്രിയയിലൊക്കെ ആണെന്നുള്ള വാർത്തകൾ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഈ അമേരിക്കയും റഷ്യയും ഇദ്ദേഹം അവിടെ പോയിട്ട് പറഞ്ഞത് നമുക്ക് വളരെ ശക്തമായിട്ടുള്ള സമ്മർദ്ദം പലയിടത്തുനിന്നും ഉണ്ടെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്, രാജ്നാഥ് സിംഗ് പറയുന്നത്. എന്നുവെച്ചാൽ റഷ്യയായിട്ടുള്ള ബന്ധം പൂർണ്ണമായിട്ടും വിച്ഛേദിക്കാൻ, അറ്റ്ലീസ്റ്റ് ഈ മിലിറ്ററി സ്ട്രാറ്റജിക് ആയിട്ടുള്ള ബന്ധമുണ്ടല്ലോ അത്. കാരണം ഈ S-400 നമുക്ക് ഇന്ത്യ റഷ്യയായിട്ടത് കരാർ ഒപ്പിട്ട സമയത്ത് അമേരിക്കയിൽ നിന്ന് വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം അവർ നമുക്കെതിരെ സാങ്ഷൻ ഏർപ്പെടുത്തുന്നൊക്കെയുള്ള വലിയൊരു, അന്നെനിക്ക് തോന്നുന്നു ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു തോന്നിയിരിക്കുന്നത്. പിന്നെ അത് ചിലപ്പോൾ അതിനകത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു സമവായം എത്തിക്കാണുമായിരിക്കും ചിലപ്പോൾ. കാരണം അമേരിക്കയുടെ സാങ്ഷൻ അല്ലെങ്കിൽ ഉപരോധം നമ്മളുടെ മേൽക്ക് ഉണ്ടാകും. കാരണം ഓൾറെഡി അവർ റഷ്യക്കെതിരെ സാങ്ഷൻ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പം റഷ്യയുമായിട്ട് വ്യവഹാരങ്ങൾ അല്ലെങ്കിൽ വ്യാപാരങ്ങൾ നടത്തുന്ന എല്ലാ രാജ്യങ്ങളുമായിട്ടും അല്ലെങ്കിൽ എല്ലാ കോർപ്പറേഷൻസിനെ ബാൻ ചെയ്യാനുള്ള നിയമങ്ങൾ അമേരിക്ക ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ ഈ S-400 റഷ്യയുമായിട്ട് കരാർ ഡീൽ ഒപ്പുവെക്കുകയാണെങ്കിൽ അത് അമേരിക്ക നമുക്ക് സാങ്ഷൻ ഏർപ്പെടുത്തുന്നൊക്കെയുള്ള ഒരു ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഭീഷണിയൊക്കെ നമ്മൾ വളരെ വിജയകരമായി നമ്മളത് കൈകാര്യം ചെയ്തു. അങ്ങനെയുള്ള സാങ്ഷൻ നമുക്ക് ഉണ്ടായില്ല. അത് നമ്മൾ കരാർ ഡീൽ നമ്മൾ സൈൻ ചെയ്തു. അതിൻ്റെ ഡെലിവറീസ് ഉണ്ടായി. ബാക്കി ഡെലിവറീസ് ഇനി കിടക്കുന്നുണ്ട്. കാരണം അപ്പോൾ ഈ S-400 ഇതിനകത്തിൻ്റെ ഏറ്റവും വലിയൊരു കോമഡി അല്ലെങ്കിൽ രസകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ S-400 നാറ്റോയിലെ ഏറ്റവും അവരുടെ വേണ്ടപ്പെട്ട ഒരു മെമ്പറായിട്ടുള്ള ടർക്കിയിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഡീൽ എന്ന് പറഞ്ഞാൽ $5.5 ബില്യൺ. ടർക്കി ഏകദേശം 2 ബില്യൺ കണ്ട ഒരു ഡീൽ റഷ്യയുമായിട്ട് കരാർ ഒപ്പിച്ച് അവർക്ക് S-400 അവർ അക്വയർ ചെയ്തത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ഒരു വൈരുദ്ധ്യം നമുക്ക് കാണാൻ ഒരിടത്തും നമുക്ക് കാണാൻ സാധിക്കില്ല. കാരണം നാറ്റോയിലുള്ള മെമ്പേഴ്സ് ഒരിക്കലും റഷ്യയിൽ നിന്ന് ആയുധം വാങ്ങിക്കുക എന്നുള്ളതൊരു പ്രവണത അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ്, അങ്ങനെയുള്ളൊരു ഒരു ഇനിഷ്യേറ്റീവ് ഒരു രാജ്യവും ഇല്ലേ കാരണം എടുക്കുന്നതായിട്ട് നമുക്കറിയത്തില്ല. നമുക്ക് നാറ്റോയിൽ മെമ്പറായിട്ടുള്ളൊരു രാജ്യം റഷ്യയിൽ നിന്ന് ആയുധം വാങ്ങിക്കുക എന്നുള്ളത് ഒരിക്കലും നമുക്ക് അങ്ങനെ കേട്ടുകഴിവില്ല. പക്ഷേ ടർക്കി S-400 റഷ്യയിൽ നിന്ന് മേടിച്ചു. പക്ഷേ അവർ അത് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഇതുവരെ നമുക്കറിയത്തില്ല. എന്നുവെച്ചാൽ എവിടെയെങ്കിലും അവർ വിന്യസിച്ചിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് അറിയില്ല. കാരണം അമേരിക്കയിൽ നിന്നുള്ള ഭയങ്കര ശക്തമായിട്ടുള്ള പ്രതിഷേധം ഒന്നുമല്ല, അവർക്ക് ഈ ത്രെട്ടുണ്ട്, ഈ സാങ്ഷൻഡ് ത്രെട്ടുണ്ട്. കാരണം ടർക്കി ഉപയോഗിക്കുന്നതെല്ലാം അമേരിക്കയുടെ വെപ്പണറീസ് ഉണ്ട്. എനിക്ക് ഓർമ്മയില്ല, F-35, F-15 16 എനിക്ക് ഓർമ്മയില്ല കൃത്യമായിട്ട്. അത് സെർച്ച് ചെയ്ത് നോക്കുക. എന്തായാലും F സീരീസിലാണ്, F-15 16 ആണെന്നില്ല. കാരണം
ഈ ഇത് ഈ റഷ്യൻ സിസ്റ്റം ഇതിൻ്റെ സിഗ്നേച്ചറെല്ലാം പിടിച്ചെടുത്തു കഴിഞ്ഞാൽ, കാരണം അമേരിക്കയുടെ മൊത്തം ടെക്നോളജിക്കൽ സീക്രട്സ് ലീക്കാകും. അതാണ് അവരുടെ പ്രധാനമായിട്ടുള്ള ഭീഷണി. അവർ ഇന്ത്യക്കെതിരെയും മുഴക്കുന്ന ഭീഷണി അതിനാണ്. കാരണം ഈ പറഞ്ഞ ഈ എയർ ഡിഫൻസ് സിസ്റ്റം ഈ പറഞ്ഞ F-16, F-15 അല്ലെങ്കിൽ F-35 ഒക്കെ അവർ ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏത് ഫൈറ്റർ ജെറ്റ്സിനെയോ അല്ലെങ്കിൽ ഏത് ഓബ്ജക്ട്സിനോ ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ, കാരണം ഇതിൻ്റെ സിഗ്നേച്ചറെല്ലാം ഡാറ്റയാണ്. ഡാറ്റ തീർച്ചയായിട്ടും കളക്ട് ചെയ്യാൻ പറ്റുമ്പോൾ ഈ പറഞ്ഞ രാജ്യങ്ങൾക്കെതിരെ റഷ്യക്ക് തീർച്ചയായിട്ടും, റഷ്യക്ക് എന്ന് പറഞ്ഞാൽ ഇത് അൾട്ടിമേറ്റ്ലി റഷ്യക്കായിട്ടൊന്നുമില്ല ഡാറ്റ നടന്നില്ല. അപ്പോൾ അത് അമേരിക്കയ്ക്കും അല്ലെങ്കിൽ അതുപോലുള്ള രാജ്യങ്ങൾക്കും അതൊരു വലിയൊരു സുരക്ഷാ ഭീഷണി ആണെന്നുള്ള കാര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് അവർ ഇന്ത്യക്കെതിരെ ഈ ഭീഷണി ഉയർത്തിയതും അതുപോലെ ടർക്കിക്കെതിരെ ആ ഭീഷണി ഉയർത്തിയതും. ടർക്കി ആക്ച്വലി അത് ഈ ഇറാഖിലെ കുർദുകൾക്കെതിരെ വിന്യസിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പ്ലാൻ ചെയ്യുകയായിരുന്നു അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഈ കുർദുകളുടെ ഭാഗത്തുനിന്നും ടർക്കിയിലേക്ക് അല്ലെങ്കിൽ ഡ്രോൺ അറ്റാക്കോ അതുപോലൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ വിന്യസിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടുകൂടി അല്ലെങ്കിൽ ഉദ്ദേശത്തോടുകൂടിയായിരുന്നു ഇത് അവർ വാങ്ങിച്ചതും. പക്ഷേ അത് വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വാർത്ത നമ്മളിത് കേട്ടില്ല. കാരണം വിന്യസിക്കാൻ അമേരിക്ക സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം അമേരിക്കയുടെ സാങ്ഷൻ്റെ ഭീഷണി ടർക്കിയുടെ കഴുത്തിന് ചുറ്റും ഉള്ളത് കൊണ്ട് അത് തൽക്കാലം അവരത് പിന്നെ വിന്യസിച്ചിട്ടില്ല. പക്ഷേ അവരുടെ സേനയിലത് ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണത്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഈ S-400 2 സ്ക്വാഡ്രൻസ് ഇനി കിട്ടാണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ആശങ്കകൾ, അത് ഡിലേ ചെയ്യുന്നതിനുള്ള ആശങ്കകൾ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ റഷ്യ അത് എത്രയും പെട്ടെന്ന് അതിൻ്റെ ഡെലിവറി പൂർത്തിയാക്കാമെന്നുള്ള കാര്യവും സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ ഇനിയും ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു മിലിറ്ററി ഡീലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ നമ്മൾ 2020 പുടിൻ ഇവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മാത്രമേ നമുക്കറിയത്തുള്ളൂ ഏതൊക്കെ ഇനിയും മെഗാ ഡീൽസാണ് നമ്മൾ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ സൈൻ ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. അപ്പം റഷ്യയുമായിട്ടുള്ള നമ്മുടെ ഡിഫൻസ് പർച്ചേസ്, മിലിറ്ററി പർച്ചേസൊക്കെ ഗണ്യമായ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. കാരണം 2009 76% ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള, അതായത് ഇന്ത്യ പിന്നെ റഷ്യയിൽ നിന്ന് നമ്മുടെ ടോട്ടൽ ഡിഫൻസ് പർച്ചേസിൻ്റെ അല്ലെങ്കിൽ ടോട്ടൽ ഡിഫൻസ് റിക്വയർമെൻറ്റ് 76% റഷ്യയിൽ നിന്നായിരുന്നു നമ്മൾ ആക്കുന്നുണ്ട്. ഇപ്പോൾ 2023 ആയപ്പോഴത്തേക്ക് അത് 36%, 40% കുറഞ്ഞിട്ടുണ്ട്. കുറയാൻ കാരണം, അതിൻ്റെ ഏറ്റവും പ്രധാന കാരണം റഷ്യ യുക്രൈൻ വാറാണ്. അതിലും പ്രധാനപ്പെട്ടൊരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ തദ്ദേശീയമായിട്ട് നമ്മൾ ഡിഫൻസ് പ്രൊഡക്ഷൻ നമ്മൾ ഒത്തിരി അഡ്വാൻസ് ആയിട്ടുണ്ട്. കാരണം ഇന്ത്യ ഇപ്പം നല്ല രീതിയിൽ ഒരു ഡിഫൻസ് പ്രൊഡക്ഷനിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ല. കാരണം ലോകത്തിലെ ഏറ്റവും ടോപ്പ് 25 രാജ്യങ്ങളിലുള്ള ഒരു ഡിഫൻസ് എക്സ്പോർട്ടിംഗ് നാഷനാണ് ഇന്ത്യ. കാരണം കഴിഞ്ഞ വർഷം 2023, 2024 21,000 കോടി രൂപയുടെ ഡിഫൻസ് പ്രൊഡക്ഷൻ നമ്മളത് എക്സ്പോർട്ട് നമ്മൾ അറ്റൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2023 ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഡബിളാക്കാനാണ് ഗവൺമെൻറ്റിൻ്റെ പ്ലാന്. അപ്പോൾ അതിനുവേണ്ടി അവർ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലൊക്കെ രൂപീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. മറ്റ് നമ്മളുടെ സാമഗ്രികളൊക്കെ വിൽക്കുന്നതിന് വേണ്ടി എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലൊക്കെ ഉണ്ട്. ഇപ്പോൾ സ്പൈസസോ അല്ലെങ്കിൽ റബ്ബറോ അതുപോലുള്ള ഐറ്റംസ്, കശുവണ്ടിയൊക്കെ വിൽക്കാൻ വേണ്ടി, എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലുണ്ട്. അപ്പോൾ അതിന് സമാനമായിട്ടുള്ള, പറഞ്ഞാൽ നമ്മുടെ ഡിഫൻസ് എക്സ്പോർട്ടിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലൊക്കെ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് തുടങ്ങുകയൊക്കെ ചെയ്തു. അപ്പം നമ്മുടെ തദ്ദേശീയമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ വളരെ ത്വരിതഗതിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് തന്നെ റഷ്യയിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന ആയുധങ്ങളുടെ അളവുകൾ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് കാണിക്കുന്നത്, ഡേറ്റ കാണിക്കുന്നത്. അതായത് 2009 76% ഇപ്പോൾ 36% കുറഞ്ഞിട്ടുണ്ട്. അത് തന്നെയല്ല, നമ്മൾ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ഫ്രാൻസിൽ നിന്നും അമേരിക്കയിൽ നിന്നും വാങ്ങിക്കുന്ന ആയുധങ്ങളുടെ അളവും കൂടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കയിൽ നിന്നും. നമുക്കറിയാം ഫ്രാൻസിൽ നമ്മൾ കണ്ടിന്യൂസിന് മേടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അമേരിക്കയിൽ നിന്ന് മേടിക്കുന്ന ഡിഫൻസ് നമ്മളുടെ എക്യുപ്മെൻസിൻ്റെ, അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്നും നമ്മൾ മേടിക്കുന്ന ഡിഫൻസ് ആയുധങ്ങളുടെ അളവുകൾ കൂടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും റഷ്യയിൽ നിന്ന് നമ്മൾ മേടിച്ചുകൊണ്ടിരുന്നതിൻ്റെ അളവുകൾ കുറയുന്നുണ്ടാവും. അപ്പോൾ ഈ റഷ്യ യുക്രൈൻ വാർ തുടങ്ങിയതിന് ശേഷം നമുക്കറിയാം റഷ്യയിൽ നിന്ന് ഒത്തിരി ഡിലേ വന്നിട്ടുണ്ട്. അവർക്ക് അവരുടെ യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന രാജ്യമായതുകൊണ്ട്, കാരണം അവരുടെ ആർമിയെ ഫീഡ് ചെയ്യാൻ വേണ്ടി അവർക്ക് തീർച്ചയായിട്ടും ആംസും അമ്യൂണിഷൻസും എക്യുപ്മെൻസും എല്ലാം വേണം. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും മറ്റ് രാജ്യങ്ങളുടെ എക്സ്പോർട്ട് ഡീൽസും അല്ലെങ്കിൽ എക്സ്പോർട്ട് കരാറുകളൊന്നും പാലിക്കാൻ അവർക്ക് സാധിക്കത്തില്ല. കാരണം അവരുടെ ഫാക്ടറികൾ മുഴുവനും എൻഗേജ് ആയിരിക്കുന്നത് അവരുടെ ഈ ആർമിക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയായിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഒത്തിരി ഡിലേ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഡിലേ വന്നത് തീർച്ചയായിട്ടും ഉർവശി ശാപ ഉപകാരം എന്ന് പറഞ്ഞതുപോലെ തന്നെ അത് അമേരിക്കയ്ക്കാണ് ഏറ്റവും വലിയ ബെനഫിഷ്യറി അമേരിക്കയാണ്. കാരണം ഈ ഒരു കാലയളവിൽ
അമേരിക്ക നമ്മളിൽ നിന്ന് ഏതാണ്ട് $20 ബില്യൺ ഡിഫൻസ് പർച്ചേസ് അല്ലെങ്കിൽ നമ്മളിൽ നിന്നും $20 ബില്യൺ ഡിഫൻസ് ഡീൽ അവർ ഉണ്ടാക്കിയെടുത്തു ഈ കാലഘട്ടത്തിൽ. അപ്പോൾ ഇതിനെല്ലാം ഒരു ബ്രോഡർ പിക്ചറുണ്ട്. കാരണം ഈ റഷ്യ യുക്രൈൻ വാറിൻ്റെ ഒരു ബ്രോഡർ പിക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കണക്കെടുത്തുകൊണ്ടാണ്. കാരണം അത് നമ്മുടെ ജിയോ പൊളിറ്റിക്സിൽ അല്ലെങ്കിൽ വലിയൊരു മേഖലയിൽ നമ്മളൊരു സംഭവം കാണുമ്പോൾ അതിൻ്റെ ഡയമെൻഷൻ ഒന്നായിരിക്കത്തില്ല, അതിന് പല ഡയമെൻഷൻ ഉണ്ടായിരിക്കും. പിന്നെ ഇൻറ്റൻഷനലി അതുപോലെ തന്നെ ഇൻറ്റൻഷനലി അല്ലാത്തതായിട്ടുള്ള ഡയമെൻഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. കാരണം നമ്മൾ കൃത്യമായിട്ടുള്ള ബ്ലൂ പ്രിൻ്റ് വരച്ച് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള ഡയമെൻഷൻസ് ഉണ്ടായിരിക്കും. പിന്നെ ഈ പ്ലാൻ അനുസരിച്ച് നടക്കാത്ത അല്ലെങ്കിൽ അതിനനുസരിച്ച് സംഭവിക്കാത്ത ഡയമെൻഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ റഷ്യ യുക്രൈൻ വാർ റഷ്യയെ ഇങ്ങനെ ഒരു വാറിലേക്ക് കൊണ്ടുപോയി ലോക്ക് ചെയ്തിടുക എന്നുള്ളത് അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ ലക്ഷ്യം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇന്ത്യയുമായിട്ടുള്ള ഇതുപോലുള്ള ബന്ധങ്ങളിൽ വളരെയധികം ഗ്യാപ്പ് ഉണ്ടാകണം, വിള്ളലുകൾ ഉണ്ടാകണം, വിടവുണ്ടാകണം എന്നുള്ള ഉദ്ദേശം കൂടി അതിന് തീർച്ചയായിട്ടും ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ മാത്രമേ ഇന്ത്യ അമേരിക്കയിലേക്ക് കൂടുതൽ നമ്മൾ ചായ്വ് കാണിക്കുകയും അവരിൽ നിന്ന് നമ്മൾ കൂടുതൽ ആയുധങ്ങൾ വാങ്ങിക്കാനൊക്കെ സാധ്യതകൾ തെളിയിത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻസ് പലതാണ്. അപ്പോൾ അത് എല്ലാ സംഭവത്തിലും അങ്ങനെ തന്നെയാണ് ഉണ്ടാകുന്നത്. പിന്നെയുള്ള ബെനിഫിഷ്യറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫ്രാൻസാണ്. ഫ്രാൻസിൽ നമ്മൾ അടുത്തിടയ്ക്ക് തന്നെ റഫേലിൻ്റെ നേവൽ ഫൈറ്റർ ജെറ്റ്സ് നമ്മൾ നേവി ചീഫ് ഡിസംബർ 4 അദ്ദേഹത്തിൻ്റെ പ്രസ് കോൺഫറൻസിൽ പറയുകയുണ്ട്. അതുപോലെ തന്നെ സ്കോർപിയൻ എന്ന് പറയുന്ന സബ്മറൈൻസിൻ്റെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്രാൻസും അമേരിക്കയാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ബെനിഫിഷ്യറീസ്. പിന്നെ നമ്മൾ ഇസ്രായേലിൽ നിന്ന് നമ്മൾ ആയുധങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. പക്ഷേ അത് ഇത്രയും അമേരിക്കയിൽ നിന്നും ഫ്രാൻസിൽ നിന്നും മേടിക്കുന്ന അത്രയില്ല. എന്നാലും നമ്മൾ ഏറ്റവും കൂടുതൽ അവർ കഴിഞ്ഞാൽ പിന്നെ ഡിഫൻസ് പർച്ചേസ് നടത്തുന്നത് അല്ല ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യം ഇസ്രായേൽ തന്നെയാണ്. പിന്നെ എന്താണ് പറയുന്നത്, അപ്പം ഇതിനകത്തിലെ അടുത്ത സാധ്യതയുള്ള ഏറ്റവും വലിയൊരു ഡീലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു റഷ്യയിൽ നിന്നും ഒരു വളരെ അഡ്വാൻസ് ആയിട്ടുള്ള റഡാർ മേടിക്കാനുള്ള തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഏകദേശം $4 ബില്യൺ ഒരു മെഗാ ഡീലായിരിക്കും എന്നുള്ളത്. അത് വളരെ ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ളൊരു വെപ്പണറിയാണ്. അപ്പോൾ അത് തന്നെ എയർ ഡിഫൻസ് സിസ്റ്റം തന്നെയാണ്. S-400 എയർ ഡിഫൻസ് സിസ്റ്റമാണ്. അതുപോലെ തന്നെയുള്ള എയർ ഡിഫൻസ്, കാരണം റഡാർ എപ്പോഴും എയർ ഡിഫൻസ് സിസ്റ്റം തന്നെ ആയിരിക്കുമല്ലോ. അപ്പം ആ എയർ ഡിഫൻസ് സിസ്റ്റം വളരെ അഡ്വാൻസ്ഡ് ആണ്. അതും നമ്മൾ തീർച്ചയായിട്ടും ചൈനയ്ക്കെതിരെ ആണ് നമ്മളുടെ ഡിപ്ലോയ് ചെയ്യാൻ പോകുന്നതെങ്കിൽ. അപ്പം ചൈനയ്ക്കെതിരെ ഡിപ്ലോയ് ചെയ്യാന്ന് പറഞ്ഞാൽ ചൈനയിൽ നിന്നുള്ള ത്രെട്ടിനെയും ചൈനയുടെ വർദ്ധിച്ചു വരുന്ന ഇന്ത്യൻ ഓഷനിലൊക്കെയുള്ള ചൈനയുടെ പ്രസൻസിനെയൊക്കെ നമുക്ക് തീർച്ചയായിട്ടും വളരെ ഇഫക്റ്റീവായിട്ട് നമുക്കതിനെ ഡിഫെൻഡ് ചെയ്യാനും പ്രതിരോധിക്കാനും സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും. അത് ഡീലായിട്ടില്ല. ഒരുപക്ഷെ ഇനിയും പുടിൻ 2025 ഇന്ത്യ വരുമ്പോൾ ആയിരിക്കാം ചിലപ്പോൾ അതിൻ്റെ ഡീല് ഫൈനലൈസ് ചെയ്യുന്നത്. നമുക്ക് അപ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. പക്ഷേ അതിൻ്റെ ഒരു എന്താണ് പറയുന്നത്, നെഗോസിയേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ $4 ബില്യൺ ഈ ഡീലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ കപ്പാസിറ്റി ഉള്ളതാണ്. വെർട്ടിക്കലായിട്ട് 8000 കിലോമീറ്റർ റേഞ്ചും ഹൊറിസോണലായിട്ട് 6000 കിലോമീറ്റർ റേഞ്ചിലും റേഞ്ച് ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഒരു സമയം അതിന് 5000 ഓബ്ജക്ട്സിനെ ട്രാക്ക് ചെയ്യാൻ സാധിക്കും എന്നൊക്കെയാണ് ഇതിൻ്റെ കപ്പാസിറ്റിയെക്കുറിച്ച് ഉള്ള വിവരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് നമുക്ക് തീർച്ചയായിട്ടും ചൈനയ്ക്കെതിരെയുള്ള നമ്മളുടെ സെക്യൂരിറ്റിയെ നമുക്ക് ബീഫ് ചെയ്യാനും ഈ പറഞ്ഞ ചൈനീസ് ബോർഡറിലായാലും അല്ലെങ്കിൽ പിന്നെ ഇന്ത്യൻ ഓഷ്യനിലൊക്കെ തന്നെ നമുക്ക് ചൈനയുടെ വർദ്ധിച്ചു വരുന്ന പ്രസൻസ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു പവർ പ്രൊജക്ഷൻ ഇന്ത്യക്കെതിരെ തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം അമേരിക്കയ്ക്കെതിരെ ഉണ്ട് അവരുടെ പവർ പ്രൊജക്ഷൻ. കാരണം ഇന്ത്യ ഏറ്റവും ഇമ്മീഡിയറ്റ് നെയ്ബറായിട്ട് തീർച്ചയായിട്ടും ഇന്ത്യ വളർന്നു വരുന്ന ശക്തിയായിട്ട് ഇന്ത്യൻ ഓഷ്യനിൽ നമ്മളുടെ സ്വാധീനമാണ് ഏറ്റവും ഇപ്പോൾ കൂടുതൽ ഉള്ളത് കൊണ്ടും ചൈനയുടെ ഏറ്റവും കൂടുതൽ ഗുസ്തി ഇന്ത്യക്കെതിരെ ഉണ്ടാകുമെന്നല്ല ഉണ്ട്. അപ്പോൾ അതിനെ തടുക്കുവാൻ വേണ്ടി തീർച്ചയായിട്ടും നമുക്ക് ഈ റഡാർ സിസ്റ്റം വളരെയധികം എഫക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. അപ്പം ഇത് ഡീല് കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ഡൊമസ്റ്റിക് എക്കോണമി അത് ബൂസ്റ്റ് ചെയ്യും. കാരണം ഇതിൻ്റെ 60% പ്രൊഡക്ഷൻ ഇന്ത്യയിലായിരിക്കും നടക്കാൻ പോകുന്നത്. ബാക്കി 40% മാത്രമേ ഉള്ളൂ റഷ്യ നടക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള സിഗ്നൽസ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ പുടിൻ 2015 ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നുണ്ട്. വിസിറ്റിൻ്റെ ടൈമൊന്നും നമുക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല. കാരണം
ഒരുപക്ഷേ റിപ്പബ്ലിക് ഡേയോട് അനുബന്ധിച്ചായിരിക്കും മെയിൻ ഗസ്റ്റായിട്ടായിരിക്കും, ചീഫ് ഗസ്റ്റായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ആ വരവിൽ മാത്രമേ നമുക്ക് ഏതെല്ലാം പുതിയ കരാറുകൾ ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒപ്പിടാൻ പോകുന്നു എന്നുള്ള മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഈ രണ്ട് രാജ്യങ്ങൾക്കും പരസ്പരമുള്ള ബന്ധങ്ങളെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പം അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും വിചാരിച്ച പോലെ ഇന്ത്യ അവരുടെ ഭീഷണികളും അല്ലെങ്കിൽ സമ്മർദ്ദങ്ങളും ഉണ്ടെങ്കിൽ റഷ്യയെ നമ്മൾ ഉപേക്ഷിച്ചിട്ട് പൂർണ്ണമായിട്ടും ഒരു 100% അല്ലെങ്കിൽ ഫുൾ ഫ്ലഞ്ച്ഡായിട്ട് അവരോടൊപ്പം ചേർന്ന് റഷ്യക്കെതിരെ നമ്മൾ നിലപാടെടുക്കും എന്നൊക്കെയുള്ളൊരു ധാരണ അവർക്കുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഈ റഷ്യ യുക്രൈൻ വാർ തുടങ്ങിയ സമയങ്ങളിലൊക്കെ. പക്ഷേ അതൊന്നും ഇതുവരെ ഫലവത്തായില്ല. അവർ വിചാരിച്ച കൊണ്ടൊന്നും കാര്യങ്ങൾ നടക്കുന്നില്ല. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് നമ്മളുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ ഇന്ത്യ വളരെ ഇഫക്റ്റീവായിട്ട് റഷ്യയായിട്ടും അമേരിക്കയായിട്ടുള്ള ബന്ധങ്ങളെ വളരെ ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അത് നമ്മുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്. അത് മറ്റൊരു രാജ്യത്തിന് അത് ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. ചോദ്യം ചെയ്താൽ തന്നെ നമുക്കതിനെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളുടെ താല്പര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് മാത്രമായിരിക്കണം നമ്മളുടെ മുന്നോട്ടുള്ള പോക്കും, നമ്മൾ ഏതൊക്കെ രാജ്യങ്ങളുമായിട്ട് എങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങൾ തുടരണം എന്നുള്ള കാര്യങ്ങളും. അപ്പം മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് അമേരിക്ക അല്ലെങ്കിൽ ഈവൻ റഷ്യയിൽ നിന്നുള്ള ഇതുപോലുള്ള ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദങ്ങളുണ്ടെങ്കിൽ അതിനെ ഫലപ്രദമായിട്ട് നമുക്ക് അനുകൂലം എന്ന് കാണുന്ന രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളിൽ നമ്മൾ ഏർപ്പെടുകയും ആ ബന്ധങ്ങൾ ശക്തമാക്കുകയും അത് ഇന്ത്യക്ക് അനുകൂലമാണ് എപ്പോഴും. കാരണം നമ്മുടെ സാമ്പത്തിക മേഖലയെ ഉയർത്തുവാനും അതുപോലെ നമ്മുടെ പ്രതിരോധ സുരക്ഷാ മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുവാനും കഴിയുന്ന തരത്തിലാകണം. അതല്ലാതെ മറുഭാഗത്തിന് മാത്രം ലാഭം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യങ്ങളെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാകരുത് എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. എന്നിരുന്നാലും നമുക്ക് തീർച്ചയായിട്ടും ഇനിയുള്ള വരുന്ന കാര്യങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ചർച്ച ചെയ്യാനുള്ള വിഷയം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് ഡേ.